നമസ്കാരം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെപ്പറ്റി കേട്ടിട്ടില്ലേ? ഒരുപാട് പേർക്ക് ആശ്രയമാകുന്ന ഈ പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ദാ ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കൂ. 62 ലക്ഷം. ഇതൊരു ചെറിയ നമ്പരല്ല. കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷാ വലയം എത്രത്തോളം വലുതാണെന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ ഈ ഒരു കണക്ക് മാത്രം മതി. അതെ, ഇത് വെറുമൊരു സംഖ്യ മാത്രമല്ല. ഇതിന് പിന്നിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്, അവരുടെ ജീവിതങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക്, അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു കൈത്താങ്ങാകുന്ന ഒരു വലിയ സംവിധാനത്തെയാണ് ഈ കണക്ക് കാണിക്കുന്നത്. അപ്പോ എന്താണ് ശരിക്കും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത്? ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് പ്രയോജനം കിട്ടുന്നത്? വാ, നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു സർക്കാർ നൽകുന്ന സുരക്ഷാ കവചം പോലെയാണ്. ആർക്കുവേണ്ടി? സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ആവശ്യമുള്ളവർക്ക്, പ്രായമായവർ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അങ്ങനെയുള്ളവർക്ക്. നമ്മളെപ്പോഴും പറയുന്ന കേരള മോഡലില്ലേ, അതിൻ്റെയൊക്കെ ഒരു പ്രധാന ഭാഗമാണ് ഈ ആശയം. അതായത് ആരും ഒറ്റപ്പെട്ടു പോകരുത്, എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. ഓക്കേ, അപ്പോൾ ഈ കണക്കുകൾക്കൊക്കെ പിന്നിലുള്ള യഥാർത്ഥ ആളുകൾ ആരാണെന്ന് നോക്കാം. ആരുടെയൊക്കെ ജീവിതത്തിലാണ് ഈ പെൻഷൻ ഒരു സഹായമായി മാറുന്നത്? പ്രധാനമായും 5 വിഭാഗം ആളുകളെയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. 1. നമ്മുടെ മുതിർന്ന പൗരന്മാർ. പിന്നെ വിധവകൾ, ഭിന്നശേഷിയുള്ളവർ, 50 വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതരായി തുടരുന്ന സ്ത്രീകൾ, അതുപോലെ വിരമിച്ച കർഷക തൊഴിലാളികൾ. ചുരുക്കത്തിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ വേണ്ടവരെ തന്നെയാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ സഹായിക്കുന്നത്. ശരി, ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യത്തിലേക്ക് വരാം, അല്ലേ? ഇതിന് ആർക്കൊക്കെ അപേക്ഷിക്കാം? യോഗ്യത എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് എത്ര രൂപ കിട്ടും? അപ്പോൾ യോഗ്യതകൾ വളരെ വ്യക്തമാണ്. നിങ്ങൾ കേരളത്തിൽ സ്ഥിരമായി താമസിക്കുന്ന ആളായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടാനും പാടില്ല. പിന്നെ മറ്റ് സർക്കാർ പെൻഷനുകളൊന്നും വാങ്ങുന്നവരും ആകരുത്. ഈ നിബന്ധനകളൊക്കെ പാലിച്ചാൽ നിങ്ങൾക്ക് പ്രതിമാസം 2000 രൂപയാണ് ലഭിക്കുക. ഓർക്കണം, ഇത് മുൻപ് 1600 രൂപയായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ 2000 വർദ്ധിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിന് ഈ തുക മരുന്നിനും മറ്റു ചെറിയ ആവശ്യങ്ങൾക്കുമൊക്കെ എത്ര വലിയ ആശ്വാസമാണെന്നോ. ഈ പണം എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചാർട്ട് നോക്കിയാൽ അത് വ്യക്തമാകും. ഇതിൽ ചെറിയൊരു ഭാഗം കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ്, NSAP എന്ന പദ്ധതി വഴി. അത് ചിലപ്പോൾ 200 രൂപയോ 500 രൂപയൊക്കെ ആവാം. പക്ഷേ ബാക്കി വരുന്ന വലിയൊരു തുക, ആ 2000 രൂപ തേക്കാൻ വേണ്ട പണം, അത് മുഴുവൻ നമ്മുടെ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്, ഒരു ടോപ്പപ്പ് പോലെ. അപ്പോൾ ഈ പദ്ധതിയുടെ ഭൂരിഭാഗം സാമ്പത്തിക ഭാരവും വഹിക്കുന്നത് കേരളം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ അപേക്ഷിക്കാം? ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കിപ്പോകാം. ഇതിന്റെ നടപടിക്രമങ്ങൾ അത്ര സങ്കീർണമൊന്നും അല്ല കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് അപേക്ഷാ ഫോം സംഘടിപ്പിക്കുക എന്നതാണ്. ഇത് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പോയാൽ കിട്ടും. രണ്ടാമതായി ഈ ഫോം പൂരിപ്പിച്ച് കൂടെ ആധാർ, വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ വെച്ച് സമർപ്പിക്കണം. അത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ അപേക്ഷയൊക്കെ പരിശോധിച്ച് ശരിയാണോന്ന് ഉറപ്പുവരുത്തും. ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്തായി എന്ന് ഓൺലൈനായി സേവന പെൻഷൻ പോർട്ടലിലൂടെ നമുക്ക് തന്നെ ട്രാക്ക് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയാനും ഫോം ഡൗൺലോഡ് ചെയ്യാനുമൊക്കെയായി ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാം. welfarepension.lsgkerala.government.in. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിൽ ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഈ പെൻഷൻ പദ്ധതി ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നത്? വെറുമൊരു സാമ്പത്തിക സഹായം എന്നതിനപ്പുറം ഇതിനെന്ത് പ്രാധാന്യമാണുള്ളത്? 13,000 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ വർഷവും ഇത്രയും വലിയൊരു തുകയാണ് കേരള സർക്കാർ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നത്. ഈ 13,000 കോടി രൂപയെ നമ്മൾ വെറുമൊരു ചെലവായിട്ട് കാണരുത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റാണ്, നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ഒരു വലിയ നിക്ഷേപം. കാരണം എന്താണെന്നോ, ഈ പണം ആളുകളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരത് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും മരുന്ന് വാങ്ങാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പണം നമ്മുടെ പ്രാദേശിക മാർക്കറ്റുകളിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അത് ചെറിയ കച്ചവടങ്ങൾക്കും നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും ഒരുപോലെ ഗുണകരമാണ്. അപ്പോൾ ഇതൊരു സഹായം മാത്രമല്ല, നമ്മുടെ നാടിന്റെ സാമ്പത്തിക ചക്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഊർജം കൂടിയാണ്. അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഇത്രയും ബൃഹത്തായൊരു സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതൊരു സമൂഹത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നത്? ഒരുപക്ഷേ ഒരു നാടിന്റെ യഥാർത്ഥ പുരോഗതി വലിയ കെട്ടിടങ്ങളിലോ റോഡുകളിലോ മാത്രമല്ല, അതിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരെ എങ്ങനെയാണ് ആ സമൂഹം ചേർത്ത് പിടിക്കുന്നത് എന്നതിലാണ് അളക്കേണ്ടത്, അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.